DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിയമസഭാ ഇലക്ഷൻ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ വരുന്നത്. വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെക്കുറിച്ചും പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നിലവിൽ ഏപ്രിൽ മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഏപ്രിൽ 25 സർക്കാർ ഭാഗത്ത് നിന്ന് യാതൊരു അറിയിപ്പുമില്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും 20-ാം തീയതിക്ക് മുൻപായി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ കഴിഞ്ഞതോടെ പെൻഷൻ വിതരണത്തിന്റെ വേഗത കുറഞ്ഞുവോ എന്ന ആശങ്കയിലാണ് പെൻഷൻ ലഭിക്കുന്നവർ. ഏപ്രിൽ 25 ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കോ പെൻഷൻ വിഭാഗത്തിനോ സർക്കാർ തലത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. സാധാരണയായി വിതരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതാണെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പെൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ വിതരണം നടത്താൻ സാധിക്കൂ. നിലവിലെ സാഹചര്യം വെച്ച് ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ പെൻഷൻ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ഇന്നും ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഉത്തരവ് വന്നാൽ പോലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കും. അതിനാൽ ഏപ്രിൽ അവസാന തീയതികളിലാണ് ഇനി വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യത. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായി അപേക്ഷിച്ച എല്ലാവർക്കും ഈ മാസത്തെ വിതരണ സമയത്ത് തുക ലഭിച്ചേക്കില്ല. എന്നാൽ നേരത്തെ മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിലെ വിതരണം നടക്കുകയാണെങ്കിൽ മുടക്കം കൂടാതെ തുക ലഭിക്കും. ഫെബ്രുവരിയിൽ പെൻഷൻ ലഭിക്കുകയും മാർച്ചിൽ ലഭിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികയടക്കം 2000 രൂപ ലഭിക്കാനാണ് സാധ്യത. BPL റേഷൻ കാർഡുള്ള 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഏപ്രിൽ ആദ്യ 2 ആഴ്ചയിൽ തന്നെ ഈ മാസത്തെ വിതരണം പൂർത്തിയായിരുന്നു. ഇനി മെയ് മാസത്തേത് അടുത്ത മാസം 25-ന് ശേഷമേ ക്ഷേമ പെൻഷൻ വിതരണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും പുതിയ സർക്കാരിൻ്റെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണമായി മെയ് മാസ പെൻഷൻ വിതരണം നടക്കുക. എങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നൽകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഉത്തരവ് സർക്കാർ ഇലക്ഷന് മുൻപേ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഗുണഭോക്താക്കളുടെ പെൻഷൻ തടയാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് അത് നൽകുന്നതിനുള്ള അവസാന തീയതി സർക്കാർ നീട്ടി 2026 ജൂൺ 30 വരെ ആക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നൽകാത്തവരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുവാനാണ് സാധ്യത. പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ശേഷം ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലോ നഗരസഭയിലോ നൽകാത്തവർക്ക് മാത്രമാണിത് ബാധകം. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ഉള്ളവർക്ക് മാത്രമേ പെൻഷൻ അർഹതയുള്ളൂ. വിവാഹിതരായ മക്കളുടെ വരുമാനം ഇതിൽ കണക്കാക്കില്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്ന് സംശയമുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ എന്ന് സേവന വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ ID-യോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക. അവിടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഭാഗത്ത് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.